കൊടുവള്ളിയിൽ ഇടത് സ്വതന്ത്രൻ കാരാട്ട് റസാക്കിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന എം.എ. റസാക്കിനെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ പ്രചരണം നടത്തിയെന്ന ആരോപണത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മണ്ഡലത്തിലെ 2 വോട്ടർമാർ നൽകിയ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയത്. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കാരാട്ട്. അതേസമയം കാരാട്ട് വിധിക്ക് 1 മാസത്തെ സ്റ്റേയും ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, കാരാട്ട് റസാക്കിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വിധിയുടെ വിശദാംശങ്ങൾ. അജിംഷാദ്, എതിർ സ്ഥാനാർത്ഥിയായിരുന്ന മുസ്ലിം ലീഗിലെ എം.എ. റസാഖ് മാസ്റ്റർ കൈക്കൂലി വാങ്ങി എന്ന് ആരോപിക്കുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രചരിപ്പിച്ചു, മണ്ഡലത്തിൽ ഉടനീളം പ്രചരിപ്പിച്ചു എന്നായിരുന്നു ഈ ഹർജിയിലെ ആരോപണം. എതിർ സ്ഥാനാർത്ഥി വ്യക്തിഹത്യ ചെയ്തു, വ്യക്തിപരമായി തേജോവധം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണ് എന്നായിരുന്നു ഹർജിക്കാരൻ ആരോപിച്ചിരുന്നത്. ഏതായാലും ഹർജി പരിഗണിച്ച കോടതി റസാഖിന്റെ നടപടി ജനപ്രാതിനിധ്യ നിയമത്തിന്റെ സെക്ഷൻ 123(4) പ്രകാരം അഴിമതിയാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത്. പക്ഷേ ഈ ഹർജിക്കാരന്റെ ഒരു ആവശ്യം എതിർ സ്ഥാനാർത്ഥിയായിരുന്ന പരാജയപ്പെട്ട ലീഗിലെ എം.എ. റസാഖ് മാസ്റ്ററെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നുള്ളായിരുന്നു. അത് പക്ഷേ കോടതി അംഗീകരിച്ചിട്ടില്ല. ഏതായാലും ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കാരാട്ട് റസാഖ് അല്പം മുമ്പ് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. അതിനിടെ ഈ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്ക് കോടതി പിന്നീട് സ്റ്റേ അനുവദിച്ചിട്ടുണ്ട്. അത് 1 മാസത്തേക്കാണ് സ്റ്റേ. കാരാട്ട് റസാഖ് സമർപ്പിച്ച സ്റ്റേ അപേക്ഷയാണ് കോടതി പരിഗണിച്ചത്. അത്തരത്തിലുള്ള നടപടി വന്നത്. ഏതായാലും സ്റ്റേ കാലയളവിൽ 30 ദിവസത്തേക്ക് റസാഖിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് കോടതി അനുമതിയും നൽകിയിട്ടുണ്ട്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കാരാട്ട് റസാഖിനെതിരായ വിധി സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ. കാരാട്ട് റസാഖ് വിജയിച്ചു എന്നത് ലീഗ് അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ലീഗ് പ്രാദേശിക നേതാക്കളെ ഉപയോഗിച്ച് പരാതി നൽകിയത്. സുപ്രീം കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും P. മോഹനൻ കോഴിക്കോട് പറഞ്ഞു. സുപ്രീം കോടതിയിൽ ഇത് സംബന്ധമായ അപ്പീൽ പോകും എന്നുള്ളതാണ്. ഇപ്പോൾ MLAയും ആ നിലപാടിലാണുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ നിലപാടിലാണുള്ളത്. അവിടെ നിശ്ചയമായും ഇക്കാര്യത്തിലുള്ള MLAയുടെ ഇക്കാര്യത്തിലുള്ള നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു കടന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച ഒരാൾ വിജയിച്ച MLA ആയി എന്നുള്ളത് ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവുന്ന ഒരു മാനസികാവസ്ഥ ഇപ്പോഴും മുസ്ലിം ലീഗിന് കൈവന്നിട്ടില്ല. ആലപ്പാട് ഖനനം സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് വ്യവസായ മന്ത്രി E.P. ജയരാജൻ പറഞ്ഞു. ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കും. ജനങ്ങളുടെയും തൊഴിലാളികളുടെയും സർക്കാരിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിച്ച് ഖനനം തുടരുമെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ചർച്ചയ്ക്കുള്ള ക്ഷണം പ്രത്യേക ദൂതൻ മുഖേന സമരക്കാർക്ക് കൈമാറിയതായും മന്ത്രി അറിയിച്ചു. ഇന്നലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലും കമ്പനി തലത്തിലും അവിടുത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവിടെ സമരം നടത്തുന്ന ജനങ്ങളുമായിട്ട് ഒരു ചർച്ച ആവശ്യമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരത്തിൽ പങ്കാളികളായിട്ടുള്ളവരെ പ്രത്യേകമായി ക്ഷണിച്ച് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആ കാര്യം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജനങ്ങളുടെ താല്പര്യങ്ങളും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളും തൊഴിലാളികളുടെ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു നിലപാടായിരിക്കും ഗവൺമെൻറ് സ്വീകരിക്കുക. ഖനനം തുടരാമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് ചില ആശങ്കയുണ്ട്. അവർക്ക് ഉള്ള ആശങ്കകൾ പരിഹരിച്ച് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നു. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. മുനമ്പം വഴി വിദേശത്തേക്ക് കടന്നവരിൽ 100-ലേറെ ദില്ലി തിലക് നഗർ നിവാസികളുള്ളതായി പോലീസിന് വിവരം. അംബേദ്കർ നഗർ കോളനിയിലെ വീടുകളിൽ നടത്തിയ അന്വേഷണത്തിലാണ് തിലക് നഗർ നിവാസികളും അനധികൃതമായി വിദേശത്തേക്ക് പോയിട്ടുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചത്. എത്ര പേർ മുനമ്പം വഴി പോയെന്ന് പരിശോധിക്കാൻ പോലീസ് അന്വേഷണം തിലക് നഗറിലേക്ക് വ്യാപിപ്പിച്ചു. അതേസമയം വസ്തുക്കച്ചവടക്കാരായ സോനുവിന് മനുഷ്യക്കടത്തിൽ ബന്ധമുണ്ടെന്ന സംശയം ബലപ്പെട്ടിട്ടുണ്ട്. അന്വേഷണം വേഗത്തിലാക്കാൻ 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി നാളെ എത്തും. മുനമ്പം വഴി വിദേശത്തേക്ക് കടന്നതായി സംശയിക്കുന്നവരുടെ ദില്ലി അംബേദ്കർ നഗറിലെ വീടുകളിൽ നടത്തിയ അന്വേഷണത്തിലാണ് തിലക് നഗർ നിവാസികളും അനധികൃതമായി വിദേശത്തേക്ക് പോയിട്ടുണ്ടെന്ന നിർണായക വിവരം പോലീസിന് ലഭിച്ചത്.
അംബേദ്കർ കോളനിയിലെ താമസക്കാർ തന്നെയാണ് തിലക് നഗറിലെ ബന്ധുക്കൾ വിദേശത്തേക്ക് പോയതായി പോലീസിന് വിവരം നൽകിയത്. 10 വർഷങ്ങൾക്ക് മുൻപ് വിദേശത്തേക്ക് പോയവർ വീഡിയോ കോൾ വഴി നാട് കടക്കാൻ ക്യാൻവാസ് ചെയ്തിട്ടുണ്ടെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. തിലക് നഗറിൽ നിന്നും 100-ലേറെ പേർ വിദേശത്തേക്ക് പോയെന്നാണ് പോലീസ് കരുതുന്നത്. ഇതിൽ ആരൊക്കെ മുനമ്പം വഴി പോയെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ വിവരമില്ല. അതിനാൽ അന്വേഷണം തിലക് നഗറിലേക്കും പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതേസമയം അംബേദ്കർ നഗർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വസ്തുക്കച്ചവടക്കാരൻ സോനുവിന് മനുഷ്യക്കടത്തിൽ ബന്ധമുണ്ടെന്ന സംശയം ബലപ്പെട്ടു. കേരള പോലീസ് ദില്ലിയിലെത്തിയതു മുതൽ ഇയാൾ അപ്രത്യക്ഷനായതാണ് സംശയം ബലപ്പെടുത്തിയത്. ഇയാളെ പിടികൂടാനുള്ള നീക്കം പോലീസ് കൂടുതൽ ശക്തമാക്കി. ദില്ലി പോലീസിന്റെ സഹായം കൂടാതെയാണ് ഇപ്പോഴുള്ള അന്വേഷണം. ഉന്നത ബന്ധങ്ങൾ ഉണ്ടോ എന്ന സംശയത്തെ തുടർന്നാണ് പ്രാദേശിക പോലീസ് സഹായം തേടാത്തത്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വെളിപ്പെടുത്തൽ വന്നതോടെ അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കാൻ നാളെ 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അന്വേഷണ സംഘത്തിനൊപ്പം ചേരും. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDFന്റെ നേതൃത്വത്തിൽ 2 മേഖലാ ജാഥകൾ സംഘടിപ്പിക്കും. 14 ദിവസം നീളുന്ന ജാഥ 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. മാർച്ച് 2-ന് ജാഥ തൃശൂരിൽ സംഗമിക്കും. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന LDF യോഗത്തിലാണ് തീരുമാനം. LDF വിപുലീകരിച്ച ശേഷം നടന്ന ആദ്യ യോഗം കൂടിയായിരുന്നു ഇന്നത്തേത്. അടുത്ത യോഗം ഫെബ്രുവരി 2-ന് നടക്കും. മുന്നണിയിലെടുത്ത പാർട്ടികളുടെ പ്രതിനിധികളെ LDF ജില്ലാ മണ്ഡലം കമ്മിറ്റികളിൽ ഉൾപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി. UDF മുന്നണി വിപുലീകരണം ഉപസമിതിയെ ചുമതലപ്പെടുത്താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള UDF യോഗത്തിൽ തീരുമാനമായി. വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, പല മണ്ഡലങ്ങളെ സംബന്ധിച്ചും ഘടകകക്ഷികൾ ഉന്നയിച്ച തർക്കങ്ങൾ ഉണ്ടായിരുന്നു ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട്. ഇതടക്കമുള്ള വിശദാംശങ്ങൾ. അജിംഷാദ്, സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് വന്നെങ്കിലും പൂർണ്ണമായ തോതിലുള്ള ഒരു ചർച്ചയിലേക്ക് ഇത് കടന്നില്ല. കാരണം മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി കക്ഷികൾ ഇതിനോടകം തന്നെ KPCCക്കും UDFനും കത്ത് നൽകിയിട്ടുണ്ട്. ഇത് പരിഗണിക്കപ്പെടേണ്ടതാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് ഇത്തരം ആളുകളെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണവും തെരഞ്ഞെടുപ്പ് നേരിടേണ്ട രീതിയുമാണ് ഇപ്പോൾ UDF ആലോചിക്കുന്നത്. ഇതനുസരിച്ച് ഇത്തരം കത്ത് നൽകിയ പാർട്ടികളുടെ വിഷയങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടി ഉപസമിതികളെ ചുമതലപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. JDU വിഭജന വിഭാഗം നൽകിയ കത്തും ഒപ്പം തന്നെ PC ജോർജ് ഉൾപ്പെടെയുള്ളവർ KPCCക്ക് നൽകിയ കത്തും UDFന്റെ പരിഗണനയിലേക്ക് വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണെങ്കിൽ ഓരോ പാർട്ടിയുടെയും കാര്യത്തിൽ പ്രത്യേകം ഉപസമിതികൾ ചേർന്നുകൊണ്ടായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുക. അന്തിമ തീരുമാനം അടുത്ത UDF യോഗത്തിലേക്ക് ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക. എന്തായാലും മുന്നണി പ്രവേശനത്തിനു പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്കും കടക്കുമ്പോഴായിരിക്കും UDF യോഗത്തിൽ കലുഷിതമാവുന്ന എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നിലവിൽ JDU മത്സരിക്കുന്ന പാലക്കാട് ആർക്ക് നൽകണമെന്നുള്ള സംബന്ധിച്ച ചില തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മുസ്ലിം ലീഗ് വയനാടും ഒപ്പം തന്നെ കേരള കോൺഗ്രസും വയനാടിന് വേണ്ടി നേരത്തെ തന്നെ ചില നിർദ്ദേശങ്ങൾ മുൻപോട്ട് വെച്ചിരുന്നു. ഇതെല്ലാം തന്നെ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം ചർച്ചകളുമായി UDF യോഗം പോകുന്നത്. എന്തായാലും UDF യോഗം കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ UDF കൺവീനർ ബെന്നി ബെഹന്നാൻ കാര്യങ്ങൾ വിശദീകരിക്കാൻ വാർത്താസമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. അജിംഷാദ്. ശരി, ലെസ്ലി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. KSRTCയിൽ തൊഴിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നതായി ലേബർ കമ്മീഷണറുമായുള്ള ചർച്ചയിൽ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി. CMD ടോമിൻ ജെ തച്ചങ്കരി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ നടപ്പാക്കുകയാണെന്നും തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ പരാതിപ്പെട്ടു. ഷെഡ്യൂൾ ക്രമീകരണം, ഡ്യൂട്ടി പരിഷ്കാരം, സ്ഥലം മാറ്റം തുടങ്ങി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഉന്നയിച്ചത്. പുതിയ സേവന വേതന വ്യവസ്ഥകൾ രൂപീകരിക്കുന്നത് വരെ നിലവിലുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുമെന്ന് ഉറപ്പ് ലഭിച്ചതായി ചർച്ചയ്ക്ക് ശേഷം സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി നേതാക്കൾ അറിയിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് അഡീഷണൽ ലേബർ കമ്മീഷണർ നടത്തിയ ചർച്ചയിൽ KSRTC മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. KSRTC CMDയുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച നടത്തും. ബാർക്കോഴ കേസിൽ മുൻമന്ത്രി KM മാണിക്കെതിരെ തുടരന്വേഷണത്തിന് സർക്കാർ അനുമതി വേണ്ടെന്ന് വിജിലൻസ്. അഴിമതി നിരോധന നിയമത്തിലെ പുതിയ ഭേദഗതി അനുസരിച്ചുള്ള മുൻകൂർ അനുമതി വ്യവസ്ഥ ഈ കേസിൽ ബാധകമല്ലെന്നാണ് വിജിലൻസ് നിലപാട്. നിയമം ഭേദഗതി ചെയ്തത് 2018-ലാണെന്നും എന്നാൽ 2014-ൽ തന്നെ ബാർക്കോഴ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യം വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസ് ഈ മാസം 29-ന് വീണ്ടും പരിഗണിക്കും.
സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടെ ബാർ കോഴക്കേസിൽ തുടരന്വേഷണം നടത്താനായിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. എന്നാൽ മുൻകൂർ അനുമതി വ്യവസ്ഥയ്ക്കെതിരെ VS അച്യുതാനന്ദനും പരാതിക്കാരനായ ബിജു രമേശും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് നിലപാട് വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കാൻ വിജിലൻസിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. തുടരന്വേഷണത്തിന് സർക്കാർ അനുമതി ആവശ്യമില്ലെന്നാണ് വിജിലൻസിന്റെ നിലപാട്. പുതിയ ഭേദഗതി അനുസരിച്ചുള്ള മുൻകൂർ അനുമതി വ്യവസ്ഥ ഈ കേസിൽ ബാധകമല്ല. മുൻകൂർ അനുമതി വ്യവസ്ഥ ചെയ്യുന്ന അഴിമതി നിരോധന നിയമത്തിലെ ഭേദഗതി വന്നത് 2018-ലാണ്. എന്നാൽ 2014 തന്നെ ബാർ കോഴക്കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മാത്രവുമല്ല, ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ലാതെ വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഭേദഗതി ബാധകമല്ലെന്നുമാണ് വിജിലൻസിന്റെ നിലപാട്. തുടരന്വേഷണത്തിന് വിജിലൻസ് തയ്യാറാണ്. എന്നാൽ കേസ് റദ്ദാക്കണമെന്ന KM മാണിയുടെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ ഹർജിയിൽ തീർപ്പാക്കിയാൽ മാത്രമേ തുടരന്വേഷണം സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങൂ. സാലി മുഹമ്മദ്, കൊച്ചി. പ്രമുഖ സംഗീത സംവിധായകൻ S. ബാലകൃഷ്ണൻ അന്തരിച്ചു. ചെന്നൈയിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു അന്ത്യം. റാംജി റാവു സ്പീക്കിംഗ്, ഗോഡ് ഫാദർ, ഇൻ ഹരിഹർ നഗർ, വിയറ്റ്നാം കോളനി തുടങ്ങിയ സിനിമകളിലെ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീതം നിർവഹിച്ചിട്ടുണ്ട്. ഫാസിലിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും പടയോട്ടത്തിനും പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്. ഇൻ ഹരിഹർ നഗറിന്റെ തമിഴ് പതിപ്പായ MGR നഗറിലും തെലുങ്ക് പതിപ്പിലും സംഗീതം നൽകിയിട്ടുണ്ട്. ഇളയരാജ, AR റഹ്മാൻ തുടങ്ങിയ സംഗീത സംവിധായകർക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട്. പുല്ലാങ്കുഴൽ കച്ചേരികളിലൂടെയും മറ്റും സജീവമായ S. ബാലകൃഷ്ണൻ പാലക്കാട് ജില്ലയിലെ ചിറ്റിലഞ്ചേരി സ്വദേശിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDFന്റെ നേതൃത്വത്തിൽ 2 മേഖലാ ജാഥകൾ സംഘടിപ്പിക്കും. 14 ദിവസം നീളുന്ന ജാഥ ഫെബ്രുവരി 2-ാം വാരം ആരംഭിക്കും. മാർച്ച് 2-ന് ജാഥ തൃശൂരിൽ സംഗമിക്കും. തിരുവനന്തപുരത്ത് ചേർന്ന LDF യോഗത്തിലാണ് തീരുമാനം. BJPയെ അധികാര ഭ്രഷ്ടമാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയായിരിക്കും ജാഥ. സംസ്ഥാന അടിസ്ഥാനത്തിൽ കുറെ കൂടി കേന്ദ്രീകരിച്ച പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് പൊതുവായി LDF എത്തിച്ചേർന്നിട്ടുള്ള തീരുമാനം. അതിന്റെ ഭാഗമായി നമ്മളിപ്പോ 2 സംസ്ഥാനതല പ്രചരണ ജാഥകൾ ഫെബ്രുവരി മാസം 2-ാമത്തെ ആഴ്ചയിൽ സംഘടിപ്പിക്കുകയാണ്. ഒന്ന് തിരുവനന്തപുരത്തു നിന്നും മറ്റൊന്ന് കാസർഗോഡ് നിന്നും പര്യടനം ആരംഭിച്ച് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് കിഫ്ബി അഭിമാനകരമായ റെക്കോർഡ് നേടിയതായി ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. 1611 കോടിയുടെ പദ്ധതിക്കാണ് കിഫ്ബി ഇന്ന് അംഗീകാരം നൽകിയത്. 3 ജില്ലകളിൽ സാംസ്കാരിക നിലയങ്ങൾക്കും കിഫ്ബി മുതൽ മുടക്കും. ചരക്ക് സേവന നികുതി പ്രകാരമുള്ള E-Way ബിൽ പ്രായോഗിക തലത്തിൽ എത്താത്തത് സംസ്ഥാനത്തിന് വലിയ നികുതി ചോർച്ചയ്ക്കിടയാക്കിയെന്നും ധനമന്ത്രി പറഞ്ഞു. 9 പുതിയ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്കായി 748.16 കോടി രൂപയും ഉപപദ്ധതികൾക്കായി 863.34 കോടിക്കുമാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. ഇതോടെ 512 പദ്ധതികളിലായി ആകെ 41,325 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി ഇതുവരെയായി അംഗീകാരം നൽകിയതെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. ഇത് വളരെ അഭിമാനകരമായ റെക്കോർഡായിട്ടാണ് കരുതുന്നത്. 9,000 കോടി രൂപയുടെ പ്രൊജക്ടുകൾ ടെൻഡർ വിളിച്ച് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വർഷം ആ പ്രൊജക്ടുകളൊക്കെ പൂർത്തിയാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് 1611 കോടിയുടെ പദ്ധതിയിൽ LP UP സ്കൂളുകൾ ഹൈടെക് ആക്കുന്നതിനായി 292 കോടിയും പാലക്കാട്, കാസർഗോഡ്, കൊല്ലം എന്നീ ജില്ലകളിൽ സാംസ്കാരിക നിലയങ്ങൾക്കായി 160 കോടി നൽകാനും അംഗീകാരമായി. കോളേജ് വിദ്യാഭ്യാസ മേഖലയിലും കിഫ്ബി മുതൽ മുടക്കാൻ തീരുമാനിച്ചു. വൻകിട പദ്ധതികളായ ആലപ്പുഴ മൊബിലിറ്റി ഹബിന് 129 കോടിയും പരപ്പനങ്ങാടി ഫിഷിംഗ് ഹാർബറിന് 112 കോടിയും പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 157 കോടിയും നൽകും. ചരക്ക് സേവന നികുതി പ്രകാരമുള്ള E-Way ബിൽ പ്രായോഗിക തലത്തിൽ എത്താത്തത് സംസ്ഥാനത്ത് വലിയ നികുതി ചോർച്ചയ്ക്കിടയാക്കിയതായും ധനമന്ത്രി പറഞ്ഞു. അവിടെ നിന്ന് വരുന്ന ചരക്ക് ബില്ലെഴുതിയിട്ടാണ് IGST കൊടുത്തിട്ടാണോ വരേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അറിയാൻ നോക്കാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് ഇവിടെ വലിയ നികുതി ചോർച്ച വരുന്നുണ്ട്. E-Way ബില്ല് വന്നത് 6 മാസമായിട്ടുള്ളൂ. അതിൻ്റെ ഡേറ്റ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെയിം ടൈം ലെവലിൽ കിട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത ജൂണോടുകൂടി ആനുവൽ റിട്ടേൺ വരുന്നതോടുകൂടി കേരളത്തിൻ്റെ നികുതി വരുമാനത്തിൽ GSTയിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത് ആ പ്രതീക്ഷക്കനുസരിച്ചുള്ള മാറ്റം വരും. പ്രളയ സെസ് അഖിലേന്ത്യാ തലത്തിൽ പിരിക്കുന്നത് പ്രായോഗികമല്ല. 1% നികുതി ജനങ്ങൾക്ക് വലിയ ഭാരമാകില്ലെന്നും ധനമന്ത്രി കിഫ്ബി ബോർഡ് യോഗത്തിനു ശേഷം വ്യക്തമാക്കി.
ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംഘപരിവാർ പ്രവർത്തകരുടെ ആക്രമണത്തിൽ ഗുരുതര നിലയിൽ ആശുപത്രിയിൽ കഴിയുന്ന മദ്രസാധ്യാപകന്റെ കുടുംബം കനിവുള്ളവരിൽ നിന്നും ചികിത്സാ സഹായം തേടുന്നു. കാസർഗോഡ് ബയാറിലെ പാവപ്പെട്ട കുടുംബാംഗമായ മൂസക്കുഞ്ഞി എന്ന അബ്ദുൽ കരീമാണ് അത്യാസന്ന നിലയിൽ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്നത്. തലക്കേറ്റ മർദ്ദനത്തെ തുടർന്ന് അർദ്ധബോധാവസ്ഥയിൽ ശരീരം ഭാഗികമായി തളർന്ന നിലയിലുമാണ് അബ്ദുൽ കരീം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ജനുവരി 3 ആചാര സംരക്ഷണ സമിതി പ്രഖ്യാപിച്ച ഹർത്താലിന്റെ മറവിൽ കാസർഗോഡ് ബായാറിലെ മുളികത്തയിൽ സംഘപരിവാർ പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിലാണ് മദ്രസ അധ്യാപകനായ അബ്ദുൽ കരീമിന് ഗുരുതരമായി പരിക്കേറ്റത്. ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ഇയാളെ 40ഓളം വരുന്ന RSS BJP പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. വലിയ ഇരുമ്പാണികൾ ഉറപ്പിച്ച വടികൊണ്ടുള്ള അടിയേറ്റ് ബോധരഹിതനായ അബ്ദുൽ കരീമിനെ നാട്ടുകാരാണ് മംഗളൂരു ആശുപത്രിയിലെത്തിച്ചത്. ഇപ്പോൾ ബോധം ഭാഗികമായി വീണ്ടെടുത്തുവെങ്കിലും ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു. 3 മാസത്തെ ചികിത്സ ആശുപത്രിയിൽ തുടരണം. തുടർ ചികിത്സയും വീണ്ടും വേണ്ടിവരും. 12 ലക്ഷത്തോളം രൂപ ചികിത്സാ ചെലവ് കണക്കാക്കുന്നു. നാട്ടുകാർ സ്വരൂപിച്ച പണം കൊണ്ടാണ് ഇപ്പോൾ ആശുപത്രി ബില്ലുകൾ നൽകുന്നത്. തലക്ക് ഗുരുതരമായ പരിക്കേറ്റതുകൊണ്ട് ഏകദേശം ഒരു 3 മാസമെങ്കിലും ICUവിൽ കിടക്കണമെന്നും ഒരു ഭാഗത്ത് പൂർണ്ണമായും ശേഷിയില്ലാത്തതുകൊണ്ട് ഇത് എക്സൈസ് മൂലം തന്നെ ചികിത്സിക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. സംസാരിക്കുന്ന പൂർണ്ണമായും കേൾക്കുന്നവർക്ക് എന്താ പറയുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഏകദേശം ഒരു 12 ലക്ഷം റുപ്യോളം ഈ ഹോസ്പിറ്റലിൽ ചെലവ് വരുമെന്നാണ് ഡോക്ടർ അറിയിച്ചിട്ടുള്ളത്. സംഘപരിവാർ നിരന്തരം വർഗീയ കലാപത്തിന് ശ്രമിക്കുന്ന പ്രദേശങ്ങളാണ് കർണാടക അതിർത്തിയിലുള്ള ബായാറും മുളികത്തെയും. കർണാടകയിൽ നിന്നുള്ള സംഘവും അക്രമികളുടെ കൂട്ടത്തിലുണ്ട്. വർഗീയ കലാപം ലക്ഷ്യമിട്ടാണ് അബ്ദുൽ കരീമിനെ ആക്രമിച്ചത്. വധശ്രമം, വർഗീയ കലാപശ്രമം തുടങ്ങിയ വകുപ്പുകളിൽ കേസെടുത്ത മഞ്ചേശ്വരം പോലീസ് ഇതിനകം 10 പേരെ അറസ്റ്റ് ചെയ്തു. ഇവരിൽ പലരും നിരവധി കേസുകളിൽ പ്രതികളാണ്. 40ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പശുവിനെ വിലയ്ക്ക് വാങ്ങി കൊണ്ടുപോയതിന്റെ പേരിൽ മുമ്പും ഇവിടെ ആക്രമണമുണ്ടായിട്ടുണ്ട്. അബ്ദുൽ കരീമിന്റെ ചികിത്സയ്ക്ക് കുടുംബം സന്മനസ്സുള്ളവരുടെ സഹായം തേടുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി പ്രയാണത്തിനിടെ അപകടത്തിൽപ്പെട്ട ഇന്ത്യയുടെ അഭിമാനം അഭിലാഷ് ടോമി ചികിത്സയ്ക്ക് ശേഷം ദില്ലിയിൽ തിരിച്ചെത്തി. കടലിലെ അപകടത്തെ അതിജീവിച്ച് വലിയ അനുഭവമാണെന്നും ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുത്ത ശേഷം സമുദ്ര പര്യടനത്തിന് ഇറങ്ങാനാണ് തീരുമാനമെന്നും നാവികോദ്യോഗസ്ഥൻ കൂടിയായ അഭിലാഷ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. 2018 ജൂലൈ 1 ഫ്രാൻസിലെ സ്ലാബോ ധലോൻ തീരത്തുനിന്ന് അഭിലാഷ് ടോമി ഗോൾഡൻ ഗ്ലോബ് റേസ് പ്രയാണം ആരംഭിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്ന് 3300 കിലോമീറ്റർ അകലെ വെച്ച് അഭിലാഷിന്റെ തുരിയ എന്ന പായ്വഞ്ചി അപകടത്തിൽപ്പെട്ടു. എന്നാൽ നടുവിന് പരിക്കേറ്റ് 3 ദിവസം കടലിൽ കിടന്നപ്പോൾ മനസ്സിൽ ഒരു തുള്ളി ഭയമുണ്ടായിരുന്നില്ല. പകരം തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം എവിടേക്ക് യാത്ര നടത്താമെന്ന ചിന്തയാണ് ഉണ്ടായിരുന്നെന്ന് അഭിലാഷ് ടോമി പറഞ്ഞു. അപകടത്തിന്റെ ഇടയ്ക്ക് എനിക്ക് ഇഞ്ചുറി ഉണ്ടായി. അത് കഴിഞ്ഞ പിന്നെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. എൻ്റെ കാലിന് അധികം കൺട്രോളില്ലായിരുന്നു എനിക്ക്. ഞാൻ എങ്ങനെയാണ്ട് എഴിഞ്ഞ് വലിച്ചേറി ബങ്കിൽ കയറി കിടന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കംപ്ലീറ്റ്ലി ഇമ്മൊബിലൈസ് ആയി. പക്ഷേ ഈ 3 ദിവസത്തിൽ എനിക്കൊരിക്കലും തോന്നിയില്ല ഞാൻ എന്നെ രക്ഷപ്പെടുത്താൻ ആരും വരത്തില്ലെന്നോ അല്ലെങ്കിൽ ഇത് കുറെ കൂടെ സീരിയസ് ആണെന്നോ എനിക്കൊരിക്കലും തോന്നിയില്ല. ആ സമയത്ത് ഞാൻ ആക്ച്വലി അടുത്ത ഈ റേസിൽ നിന്നുണ്ടായ എനിക്ക് പഠിക്കാനൊക്കെ എന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു മെൻ്റൽ നോട്ട് ഉണ്ടാക്കുമായിരുന്നു. ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറിനോട് എന്നൊക്കെ പറയണ്ടേ, അതിൻ്റെ ഒരു മെൻ്റൽ നോട്ട് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അടുത്ത 4-5 കൊല്ലത്തിൽ എന്നൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെ ഒരു നോട്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ നടന്നുകൊണ്ടിരുന്നത്. വൈകാതെ തന്നെ താൻ പൂർണ്ണ ആരോഗ്യവാനാവും. അത് കഴിഞ്ഞ് എനിക്ക് ഉടൻ കടലിലേക്ക് മടങ്ങണം എന്നാണ് ആഗ്രഹം. അതിനായി കുടുംബം ഒപ്പമുണ്ടെന്നും അഭിലാഷ് ടോമി കൂട്ടിച്ചേർത്തു. തിരിച്ച് കടലിലേക്ക് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ഫിറ്റ്നസ് തിരിച്ചു കിട്ടാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ വൈഫിനോടും അമ്മേനോടും ചോദിച്ചായിരുന്നു. രണ്ടുപേരും പറഞ്ഞ് തിരിച്ച് കടലിൽ പോകുകയാണെങ്കിൽ അവർക്കൊരു കുഴപ്പമില്ലെന്ന്. രക്ഷപ്പെട്ട് 2 ദിവസത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുഖവിവരം അറിയാനായി അഭിലാഷിനെ വിളിച്ചിരുന്നു. 2013 ആഴക്കടലിലൂടെ എങ്ങും തങ്ങാതെ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനാണ് നാവികസേനയിലെ കമാൻഡറായ അഭിലാഷ് ടോമി. ന്യൂസ് ബ്യൂറോ, ദില്ലി.